നടത്തുകയും അത് മൂടിവെക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് കേരളം ഭരിക്കുന്നത്. നമുക്കറിയാം, സ്പ്ലിങ്കർ അഴിമതി മുതൽ ബെബ്കോ അഴിമതി, പമ്പയിലെ അനധികൃതമായ മണൽ കള്ളക്കടത്ത്, ഇ മൊബിലിറ്റി, പിന്നീട് വന്ന ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള എല്ലാ കേസുകളിലും വലിയ തോതിലുള്ള തീവട്ടിക്കൊള്ളയും അഴിമതിയും നടത്തുകയും ആ അഴിമതി മൂടിവെക്കുകയും ചെയ്യുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിൽ അധികാരത്തിലുള്ളത്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല. ഈ അഴിമതി തുടരുകയാണ്. അഴിമതി മൂടിവെക്കാനുള്ള ശ്രമം വീണ്ടും വീണ്ടും ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രത്യക്ഷ ഉദാഹരണമാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ അഴിമതി മൂടിവെക്കാൻ വേണ്ടി ഓഡിറ്റിംഗ് വേണ്ട എന്നുള്ള തീരുമാനം ഗവൺമെന്റ് എടുത്തിരിക്കുന്നു. 2019-20 ഓഡിറ്റ് തന്നെ നിർത്തിവെക്കാനുള്ള ഓഡിറ്റ് ഡയറക്ടറുടെ നിർദ്ദേശം നിയമവിരുദ്ധമാണ്. നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നടപടിയാണ്. KSA 793/SS 3/2020 ഡേറ്റഡ് 17/8/20. ഓഡിറ്റ് ഡയറക്ടർ ഈ ഓഡിറ്റിംഗ് എല്ലാം നിർത്തിവെക്കാൻ വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുള്ള ഗവൺമെന്റ് ഉത്തരവിന്റെ നമ്പറാണ് ഞാനിവിടെ വായിച്ചത്. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ഡയറക്ടർ അത്തരമൊരു നിർദ്ദേശം നൽകാനുള്ള യാതൊരു അധികാരവും ഇല്ലാത്ത വ്യക്തിയാണ്. കേരള ലോക്കൽ ഫണ്ട് ആക്ട് 1994 പ്രകാരം കൃത്യമായി ഓഡിറ്റിംഗ് നടത്താൻ ബാധ്യസ്ഥമായ ഗവൺമെന്റാണ്. ലോക്കൽ ഫണ്ട് ഓഡിറ്റിംഗിലെ 10ാം സെക്ഷൻ പറയുന്നത്, ആക്ട് 10ാം സെക്ഷൻ പറയുന്നത്, 9ാം വകുപ്പിന്റെ കീഴിൽ ഓഡിറ്റിനായി തയ്യാറാക്കുകയും സമർപ്പിക്കുകയും ചെയ്യുന്ന അക്കൗണ്ടുകളുടെ ഓഡിറ്റ് ഇവ ഓഡിറ്റിനായി സമർപ്പിച്ച തീയതി മുതൽ, അതായത് 6 മാസത്തിനകം പൂർത്തിയാക്കേണ്ടതും അതിൽ വീഴ്ച വരുത്തിയാൽ ഓഡിറ്റ് ചെയ്യാൻ ഉത്തരവാദിയായ ഉദ്യോഗസ്ഥനെതിരെ 1960 കേരള സിവിൽ സർവീസ് ക്ലാസിഫിക്കേഷനും നിയന്ത്രണവും അപ്പീലും ചട്ടങ്ങൾ പ്രകാരം നടപടിയെടുക്കേണ്ടതാണ്. എന്തടിസ്ഥാനത്തിലാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആക്ട് 1994 ആക്ട് പ്രകാരം ഓഡിറ്റ് നടത്താൻ ഓഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്വമുള്ള ഒന്നാണ്. ആ ഉത്തരവാദിത്വം നിറവേറ്റാതെ ഒരു ഓഡിറ്റും വേണ്ട എന്ന നിലയിലേക്ക് സർക്കുലർ അല്ലെങ്കിൽ ഗവൺമെന്റ് ഉത്തരവിറക്കാൻ ഓഡിറ്റ് ഡയറക്ടർക്ക് ഒരു അധികാരവുമില്ല. ഇത്തരം ഒരു നിർദ്ദേശം പുറപ്പെടുവിച്ച ഓഡിറ്റ് ഡയറക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ ആവശ്യപ്പെടുന്നത്. സർക്കാർ അടിയന്തരമായി ഈ കാര്യത്തിൽ ഇടപെടണം. കേരളത്തിൽ ഒരു രംഗത്ത് ഓഡിറ്റ് വേണ്ട എന്നാണ് ഈ ഗവൺമെന്റ് നയം. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടക്കുന്ന കിഫ്ബി ഓഡിറ്റ് വേണ്ട, കണ്ണൂർ വിമാനത്താവളം ഓഡിറ്റ് വേണ്ട. ഇപ്പോൾ വന്നിട്ട് 2019-20 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് ഓഡിറ്റ് വേണ്ട എന്ന് പറയുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നു. ആ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഓഡിറ്റ് വന്നാൽ, റിപ്പോർട്ട് വന്നാൽ അത് അഴിമതിയെല്ലാം ജനങ്ങളുടെ മുന്നിൽ വരും എന്നുള്ളത് കൊണ്ടാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ഈ അഴിമതിയെല്ലാം മൂടിവെക്കാൻ വേണ്ടിയുള്ള ഒരു വലിയ തെറ്റാണ്, അഴിമതിയാണ് ഇന്ന് ഈ ഉത്തരവിലൂടെ ഗവൺമെന്റ് ഇറക്കിയിരിക്കുന്നത്.
ഏറ്റവും രസകരമായ ഒരു കാര്യം, ഓഡിറ്റിംഗ് നിർത്തിവെക്കുക മാത്രമല്ല ചെയ്തത്, ഇതുവരെ നടത്തിയ ഓഡിറ്റിന്റെ റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നത് തടയുക കൂടി ചെയ്തിരിക്കുന്നു. 2019-20 ഓഡിറ്റ് വേണ്ട എന്ന് മാത്രമല്ല, നേരത്തെ ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് തയ്യാറാക്കി വെച്ചിട്ടുള്ളവയൊന്നും പ്രസിദ്ധീകരിക്കേണ്ട, തടഞ്ഞു വെക്കാനും നിർദ്ദേശം കൊടുത്തു. ധനകാര്യ വകുപ്പിന്റെ നിർദ്ദേശം ലഭിച്ചിട്ട് മാത്രം ഓഡിറ്റ് പുനരാരംഭിച്ചാൽ മതി എന്നാണ് ഇപ്പോൾ ഗവൺമെന്റിന്റെ തീരുമാനം. അതിന് വളരെ രസകരമായ ഒരു കാരണമാണ് പറയുന്നത്. 15ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരമുള്ള ഗ്രാന്റ് ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ ലഭിച്ചിട്ടില്ല എന്നതാണ് കാരണമായി പറയുന്നത്. എന്നാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഓഡിറ്റ് നടത്തുന്നതിന് ധനകാര്യ കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളുടെ എന്താവശ്യമാണുള്ളത്? ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള ഗ്രാന്റ് ലഭിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ കിട്ടാതെ ഓഡിറ്റിംഗ് നടത്തിയിട്ടുള്ള ചരിത്രം നമ്മുടെ സംസ്ഥാനത്തുണ്ട്. ഇവിടെ കേന്ദ്ര ഗവൺമെന്റിന്റെ അല്ലെങ്കിൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശന്മേലുള്ള ഗ്രാന്റ് ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വരുന്നത് വരെ ഇത് നിർത്തിവെക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കേന്ദ്ര ഗവൺമെന്റ് കത്തിന്റെ കയ്യിലുണ്ട്. അതിൽ ഓഡിറ്റ് നിർത്തിവെക്കണമെന്ന് ഒരിടത്തും പറഞ്ഞിട്ടില്ല. കണ്ടീഷൻസ് ഫോർ റിലീസ് സബ്സിക്വന്റ് ഇൻസ്റ്റാൾമെന്റ്സ് 15 FC ഗ്രാന്റ് ടു ദ PRIs ഇൻ കേരള 9th September ഇറക്കിയത്. ആ കത്ത് മുഴുവൻ നിങ്ങൾക്ക് തരാം. ആ കത്തിൽ ഒരിടത്തും ഓഡിറ്റ് നിർത്തിവെക്കണമെന്ന് പറയുന്നില്ല. ഇപ്പോൾ ഡയറക്ടർ ഇറക്കിയ കത്തിന്റെ കോപ്പി എന്റെ ഞാൻ വായിക്കാം. ഇതുവരെ നടന്നു കഴിഞ്ഞ 2019-20 ഓഡിറ്റുകളുടെ റിപ്പോർട്ടുകൾ പുറപ്പെടുവിക്കുന്നതും അതിനുശേഷം മതിയാകും. എന്ന് വെച്ചാൽ ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളിലുള്ള ഗ്രാന്റിന്റെ മാർഗനിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം മതിയാകും. 2018-19 വരെയുള്ള വാർഷിക ധനകാര്യ പത്രികയുടെ ഓഡിറ്റ് കുടിശ്ശിക തീർപ്പാക്കുന്നതിനും ഇതര സ്ഥാപനങ്ങളുടെ ഓഡിറ്റിനും മേൽപ്പറഞ്ഞ നിർദ്ദേശങ്ങൾ ബാധകമല്ല. എന്നാൽ ഓഡിറ്റ് അടക്കം അടിയന്തര പ്രവർത്തനങ്ങൾ ഇപ്പോൾ സാധ്യമല്ലാത്ത പക്ഷം ഓഡിറ്റ് റിപ്പോർട്ടുകളെ നിരീക്ഷണങ്ങൾ തരംതിരിച്ച് ഡിജിറ്റൽ ഡേറ്റാബേസ് തയ്യാറാക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ കോർ ടീമിന്റെ സഹായത്തോടെ കൈക്കൊള്ളാവുന്നതാണ്. പക്ഷേ ഇതിനെ പ്രസിദ്ധീകരിക്കാൻ പാടില്ലാത്തതാണ്. അപ്പോൾ ഇത് ലൈഫ് പദ്ധതി ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ അഴിമതികൾ പുറത്തു വരുമെന്ന് പേടിച്ചാണ് ഇത് പറയാത്തത്. അതുകൊണ്ടാണ് ഇത് പുറപ്പെടുവിക്കാത്തത്. എൻ്റെ കയ്യിൽ 2017-18 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നടത്തിയ ഒരു ജില്ലയിൽ നടത്തിയ ഓഡിറ്റിങ്ങിന്റെ റിപ്പോർട്ടാണ് എൻ്റെ കയ്യിലുള്ളത്. ലൈഫ് മിഷൻ ഭവന പദ്ധതി ആസൂത്രണത്തിലും നിർവഹണത്തിലെയും അപാകതകൾ. ലൈഫ് മിഷൻ പദ്ധതി നിർവഹണത്തിൽ സർക്കാർ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നില്ല. ലൈഫ് മിഷൻ ഭവന പദ്ധതി പട്ടികവർഗം പദ്ധതി വിഹിതം പാഴാക്കി, ചെയ്യാത്ത പ്രവൃത്തികൾക്ക് തുക നൽകി. ഇങ്ങനെ 2017-18 റിപ്പോർട്ടാണ്. ഇങ്ങനെ ഗുരുതരമായ അഴിമതികൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടന്നിട്ട് അതെല്ലാം മൂടി വെക്കാൻ വേണ്ടി എന്തിനാണ് ഗവൺമെന്റ് ശ്രമിക്കുന്നത്? പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഈ അഴിമതികൾ പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടല്ലെങ്കിൽ മറ്റെന്തുകൊണ്ടാണ് ഈ നടപടിയുമായി മുന്നോട്ട് പോകണ്ട എന്ന് നിർദ്ദേശിച്ചിട്ടുള്ളത്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കുകൾ പരിശോധിച്ച് സംസ്ഥാന ഓഡിറ്റിംഗ് വകുപ്പ് നൽകുന്ന സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ധനകാര്യ കമ്മീഷൻ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഗ്രാന്റ് അനുവദിക്കുന്നത്. ഇതെല്ലാ വർഷവും നടന്നു വരുന്ന ഒരു പ്രക്രിയയുടെ ഭാഗമാണ്. ഇതിൽ ഓഡിറ്റ് നിർത്തിവെക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. 1994 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആക്ടിന് ഘടകവിരുദ്ധമായ നടപടിയാണ് ഡയറക്ടർ ഇവിടെ കൈക്കൊണ്ടിരിക്കുന്നത്. മാത്രവുമല്ല, ഈ നിർദ്ദേശം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ
2020 ഏപ്രിൽ മുതൽ ലഭിച്ച കണക്കുകൾ ഓഡിറ്റ് ചെയ്തിട്ടില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫൈനാൻസ് ഓഡിറ്റ് മാത്രം നടത്തി റിപ്പോർട്ട് പുറപ്പെടുവിക്കാനുള്ള നീക്കവും നടക്കുന്നു. ഇത് അഴിമതി മൂടിവെക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ്. ഇതിനുള്ള നിർദ്ദേശമാണ് ഓഡിറ്റ് വകുപ്പ് ഡയറക്ടർ പുറപ്പെടുവിച്ചിട്ടുള്ളത്. അപ്പോൾ ഇപ്പോഴാകെ നടക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ വാർഷിക കണക്കുകൾ മാത്രം പരിശോധിച്ച് റിപ്പോർട്ട് തയ്യാറാക്കുന്ന ജോലിയിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. വരവ് ചെലവ് കണക്കുകൾ വിശദമായി പരിശോധിക്കുന്നതും അത് നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും അനുസൃതമായി ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും തിട്ടപ്പെടുത്തുന്നതിനും വകമാറ്റി ചെലവഴിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുന്നതിനും അഴിമതി തടയുന്നതിനും വേണ്ടിയിട്ടാണ് ലോക്കൽ ഫണ്ട് ഓഡിറ്റ് സംവിധാനം കേരളത്തിൽ 1994 മുതൽ നിലവിലുള്ളത്. അതോടൊപ്പം തന്നെ കംപ്ലൈന്റ് ഓഡിറ്റിങ്ങിലൂടെയും പെർഫോമൻസ് ഓഡിറ്റിങ്ങിലൂടെയും അഴിമതി കണ്ടെത്താനും ഈ ഓഡിറ്റ് വിഭാഗത്തിന് കഴിയുന്നുണ്ട്. എന്നാൽ അതെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ഫൈനാൻഷ്യൽ ഓഡിറ്റ് മാത്രം മതി, ഫൈനാൻഷ്യൽ ഓഡിറ്റ് അല്ല, ഫൈനാൻഷ്യൽ ഓഡിറ്റിംഗ് മാത്രം മതി എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നത് അഴിമതി നടത്താനുള്ള സൗകര്യം കൊടുക്കുന്നതിന് വേണ്ടി മാത്രമാണ്. അത് 1994 ലോക്കൽ ഫണ്ട് ഓഡിറ്റ് ആക്ടിന്റെ ചട്ടങ്ങളും വകുപ്പ് 2C വളരെ വ്യക്തമായി തന്നെ ഓഡിറ്റിങ്ങിനെ സംബന്ധിച്ച് വിശദമായി സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇന്ന് വരെ കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം, പ്രത്യേകിച്ച് 1994 ഈ ആക്ട് വന്നതിന് ശേഷം കൃത്യമായി നടന്നു വരുന്ന ഈ ഓഡിറ്റിംഗ് സമ്പ്രദായം നിർത്തിവെക്കാനുള്ള ഈ നീക്കം ഒട്ടും അംഗീകരിക്കാൻ കഴിയുന്ന നടപടിയല്ല. മാത്രവുമല്ല, കേരളത്തിൽ 100% ഫൈനാൻഷ്യൽ കംപ്ലൈന്റ് പെർഫോമൻസ് ഓഡിറ്റാണ് നടക്കുന്നത്. കേരളം ഈ വർഷം ഓഗസ്റ്റ് 20 കേന്ദ്രത്തിന് അയച്ച കത്തിൽ ഉറപ്പ് നൽകുന്നുണ്ട്. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ 20% ഗ്രാമപഞ്ചായത്തുകളുടെ ഓഡിറ്റിംഗ് കേന്ദ്രത്തിന്റെ ഓഡിറ്റ് ഓൺലൈൻ എന്ന പ്ലാറ്റ്ഫോം വഴി നൽകണമെന്ന നിബന്ധനയിൽ നിന്ന് സംസ്ഥാനത്തെ ഒഴിവാക്കുകയും ചെയ്തിട്ടുണ്ട്. സംസ്ഥാനത്തിന്റെ എയിംസ് എന്ന പ്ലാറ്റ്ഫോം വഴിയുള്ള ഓഡിറ്റിംഗ് തുടരാനും കേന്ദ്ര ഗവൺമെന്റ് അനുവദിച്ചിട്ടുള്ളതാണ്. ഇങ്ങനെ കേന്ദ്രത്തിന് നൽകിയ ഉറപ്പ് പോലും ലംഘിച്ചുകൊണ്ടാണ് ഈ അഴിമതി മൂടിവെക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കാലത്ത്, വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതെല്ലാം മൂടിവെക്കാൻ, പ്രത്യേകിച്ച് ലൈഫിലെ അഴിമതികൾ മൂടിവെക്കാനുള്ള ഒരു തന്ത്രത്തിന്റെ ഭാഗമായി വേണം ഇതിനെ കാണുവാൻ. അടിയന്തരമായി ഈ നടപടി പിൻവലിക്കണം. ഇത്തരം ഒരു ഓർഡർ ഇറക്കിയ ഡയറക്ടറെ പ്രോസിക്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ എടുക്കണം. ഇല്ല എങ്കിൽ പ്രതിപക്ഷം നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഗവൺമെന്റിന് മുന്നറിയിപ്പ് നൽകാൻ ഞാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം, ഇന്നലെ ബഹുമാനായ മുഖ്യമന്ത്രി പതിവ് വാർത്താ സമ്മേളനത്തിൽ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറഞ്ഞു. കേരളം ലോകത്തിന് മാതൃകയാണെന്ന് പറഞ്ഞത് ആരാണ്? കേരളത്തിൽ അങ്ങനെ ഒരു അംഗീകാരം കിട്ടുന്നെങ്കിൽ അത് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. പക്ഷേ കേരളത്തിന്റെ ഇന്നത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ പാളി എന്നുള്ള കാര്യത്തിൽ ആർക്കെങ്കിലും സംശയമുണ്ടോ? ഒരു സർക്കാരിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഇതിൽ നിൽക്കുമ്പോഴും ആ ആരോഗ്യ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മെച്ചപ്പെട്ട കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്താൻ കഴിയുമായിരുന്നു. പക്ഷേ കേരളത്തിൽ നിന്ന് അമ്പരപ്പിക്കുന്ന തരത്തിലാണ് കോവിഡ് രോഗികളുടെ എണ്ണം കുതിച്ച് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ രോഗവ്യാപനം ഉണ്ടാകുന്ന സംസ്ഥാനമായി കേരളം മാറുന്നു. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേഷ്യോ 16% മുകളിലാണ് ഇപ്പോൾ കേരളത്തിൽ.
ദേശീയ ശരാശരി 8%. അതിൻ്റെ നേരെ ഇരട്ടിയാണ് ഇന്ന് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. സംസ്ഥാന സർക്കാരിൻ്റെ അലംഭാവവും പിടിപ്പുകേടുമാണ് രോഗവ്യാപനം ഇത്രയും കൂടുതൽ പടർന്നു പിടിക്കാൻ കാര്യം എന്നുള്ളതാണ് വസ്തുത. പക്ഷേ മുഖ്യമന്ത്രി വസ്തുതകൾ മനസ്സിലാക്കാതെ, അല്ലെങ്കിൽ അത് മറച്ചു വെച്ചുകൊണ്ട് തരംതാണ രാഷ്ട്രീയം കളിക്കുന്നു, പ്രതിപക്ഷത്തെ കുറ്റപ്പെടുത്തുന്നു. പ്രതിപക്ഷത്തിന്റെ സമരം കൊണ്ടാണ് കേരളത്തിൽ രോഗവ്യാപനം ഉണ്ടായത് എന്നുള്ള മുഖ്യമന്ത്രിയുടെ വാദം പഴയ പൊട്ടിപ്പൊളിഞ്ഞ ഗ്രാമഫോൺ റെക്കോർഡ് പോലെ അദ്ദേഹം അതിങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓണക്കാലത്ത് നിയന്ത്രണങ്ങൾ ഇളവ് ഉണ്ടായപ്പോൾ രോഗവ്യാപനം കൂടാൻ സാധ്യതയുണ്ടെന്ന് ആരോഗ്യമന്ത്രി പോലും പരസ്യമായി പറഞ്ഞിരുന്നു. പക്ഷേ അതിനനുസരിച്ചുള്ള എന്ത് നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിച്ചത്? ഞാൻ നിരന്തരമായി നിങ്ങളോട് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്, ടെസ്റ്റുകൾ വർദ്ധിപ്പിക്കണം. കഴിയുന്നത്ര ടെസ്റ്റുകൾ വർദ്ധിപ്പിച്ച് 1 ലക്ഷമെങ്കിലും പ്രതിദിനം ടെസ്റ്റുകൾ വർദ്ധിപ്പിച്ചിരുന്നെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകുമായിരുന്നോ? അയൽ സംസ്ഥാനങ്ങളിൽ ലക്ഷക്കണക്കിന് ടെസ്റ്റുകൾ നടത്തിയപ്പോൾ നമ്മൾ 5000-ന് താഴെയായിരുന്നു. ഇത് കാരണം രോഗവ്യാപനത്തിന്റെ കണക്ക് നമുക്ക് അറിയാതെ പോയി എന്നുള്ളതാണ് വാസ്തവം. പ്രതിപക്ഷത്തിന്റെ സമരം കാരണമാണ് മുൻകരുതലുകൾ സ്വീകരിക്കേണ്ടതില്ലെന്നും ശാരീരിക അകലം പാലിക്കേണ്ടതെന്നുള്ള തെറ്റായ സന്ദേശം പരന്നു എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. സംസ്ഥാന മന്ത്രിസഭയിലെ 5 അംഗങ്ങൾക്ക് കോവിഡ് വന്നു. പ്രതിപക്ഷത്തിന്റെ സമരം കൊണ്ടാണോ ഇവർക്ക് കോവിഡ് വന്നത്? എം മണി, VS സുനിൽകുമാർ, MV ജയരാജൻ, തോമസ് ഐസക്, KT ജലീൽ എന്നിവർക്കെല്ലാം കോവിഡ് പോസിറ്റീവ് ആയത് പ്രതിപക്ഷം സമരം ചെയ്തുകൊണ്ടാണോ? മുഖ്യമന്ത്രിയുടെ പ്രസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ജീവനക്കാർക്ക് കോവിഡ് ബാധയുണ്ടായി. പ്രതിപക്ഷം നടത്തിയ സമരത്തിൽ നിന്ന് കിട്ടിയ തെറ്റായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ടാണോ ഇവർക്കെല്ലാം കോവിഡ് ബാധയുണ്ടായത്? മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, താങ്കൾ ഇനിയെങ്കിലും ഈ തരംതാണ രാഷ്ട്രീയ കളി അവസാനിപ്പിക്കണം. രോഗവ്യാപനം കുതിച്ചു വരുമ്പോൾ അതിനെ പിടിച്ചു നിർത്താൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. ടെസ്റ്റുകൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. വൈകുന്നേരത്തെ പത്രസമ്മേളനം നടത്തിയാൽ കൊറോണ വൈറസുകൾ ഓടിപ്പോകുമെന്നുള്ള തെറ്റായ ധാരണ മുഖ്യമന്ത്രിക്കുണ്ടോ? കഴിഞ്ഞ 2-3 ദിവസത്തെ ടെസ്റ്റുകളുടെ എണ്ണം എടുക്കാം. ഇന്നലെ 36,599 സാമ്പിളുകളാണ് പരിശോധിച്ചത്. അതിന്റെ തലേന്ന് പരിശോധിച്ചത് 58,404 ടെസ്റ്റുകൾ. ടെസ്റ്റുകൾ കുറയുമ്പോൾ രോഗികളുടെ എണ്ണം കുറയും. എന്നാൽ യഥാർത്ഥത്തിൽ സമൂഹത്തിലുള്ള രോഗവ്യാപനത്തിന്റെ യഥാർത്ഥ ചിത്രം നമുക്ക് ലഭിക്കാത്ത അവസ്ഥയുണ്ടാകും. ഇത് കാരണമാണ് രോഗവ്യാപനം കൂടുന്നത്. ഇത് മുഖ്യമന്ത്രി മറച്ചു വെക്കുകയാണ്. അഴിമതി പുറത്തു വരികയും സർക്കാർ ബുദ്ധിമുട്ടിലാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി ടെസ്റ്റുകളുടെ എണ്ണം കൂട്ടുന്നത്. അല്ലാത്തപ്പോൾ ടെസ്റ്റുകളുടെ എണ്ണം കുറച്ച് കാണിക്കുന്നു. കോവിഡ് കാലത്ത് ഗവൺമെന്റ് ശ്രമിച്ചത് രോഗവ്യാപനം തടയാനും ജനങ്ങളെ രക്ഷിക്കാനും വേണ്ടിയുള്ള പ്രവർത്തനങ്ങളായിരുന്നില്ല, അഴിമതി നടത്തുന്നതിലായിരുന്നു ഗവൺമെന്റ് താല്പര്യം. കോവിഡിന്റെ മറവിൽ കേരളത്തെ ഞെട്ടിപ്പിക്കുന്ന അഴിമതികളാണ് ഇവിടെ ഉണ്ടായത്. കോവിഡ് കാലത്ത് പ്രതിപക്ഷ സമരം ചെയ്യുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്നാണ് മുഖ്യമന്ത്രി ചോദിച്ചത്. എനിക്ക് ചോദിക്കാനുള്ളത്, കോവിഡ് കാലത്ത് അഴിമതി നടത്തുന്നത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതാണോ എന്നാണ്. കോവിഡിന്റെ മറവിൽ ഏത് അഴിമതിയും നടത്താം, ഏത് കൊള്ളയും നടത്താം, ആരും ചോദിക്കാൻ പാടില്ല എന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. നമുക്കറിയാം, ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനങ്ങൾ മൊത്തം താളം തെറ്റിയിരിക്കുക. തിരുവനന്തപുരത്ത് മെഡിക്കൽ കോളേജിലുണ്ടായ സംഭവം നമ്മളാരും മറന്നിട്ടില്ല. രോഗിയെ പുഴുവരിച്ചത്.
മൃതദേഹം മാറിപ്പോയത്, കോവിഡ് രോഗികൾ ചാടി ആത്മഹത്യ ചെയ്തത്, ഇന്നിപ്പോൾ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് പുറത്തു വരുന്ന വാർത്തകൾ ഒട്ടും കേരളത്തിന് ഗുണകരമല്ല. കേരളത്തിൻ്റെ യശസ്സിനെ പോലും കളങ്കപ്പെടുത്തുന്ന തരത്തിലാണ് ആ വാർത്തകൾ പുറത്തു വരുന്നത്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ജീവനക്കാരുടെ അശ്രദ്ധ കൊണ്ടാണ് ഒരു രോഗി മരിച്ചത്. ആ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു. ജാഗ്രത ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഒഴിവാക്കാൻ കഴിയുമായിരുന്നു. ഒരു രോഗി മരിച്ച് 4 ദിവസം കഴിഞ്ഞിട്ടും വിവരം ബന്ധുക്കൾ അറിഞ്ഞില്ല. മൃതദേഹം അനാഥമായി മോർച്ചറിയിൽ കിടക്കുമ്പോൾ ദിവസവും ആ വീട്ടുകാർ ഭക്ഷണവും വസ്ത്രങ്ങളും ആശുപത്രിയിൽ എത്തിച്ചിരുന്നു. ആശുപത്രിയിലെ അധികൃതർ അത് ഏറ്റുവാങ്ങുകയും ചെയ്തു. പക്ഷേ രോഗിയുടെ മൃതശരീരം അപ്പോഴും മോർച്ചറിയിലായിരുന്നു എന്നുള്ള ഞെട്ടിപ്പിക്കുന്ന വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത്. ഇതാണ് നമ്മുടെ ആരോഗ്യ വകുപ്പിലെ കേരളത്തിലെ യഥാർത്ഥ സ്ഥിതി. ഇതാണ് ഇവിടെയാണ് ഇവരെ സമ്മാനം വാരി കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ രോഗപ്രതിരോധത്തെ ചെറുക്കുന്ന കാര്യത്തിൽ സംസ്ഥാന ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളമുള്ള ആശങ്കകൾ വർദ്ധിച്ചു വരുന്നു. കേന്ദ്ര ആരോഗ്യമന്ത്രി പറഞ്ഞ കാര്യത്തെപ്പറ്റി നമ്മളുടെ ആരോഗ്യമന്ത്രി പറഞ്ഞത് അദ്ദേഹം നമ്മളെ പ്രശംസിക്കുകയാണെന്നാണ്. ഇങ്ങനെയാണോ പ്രശംസ നൽകുന്നത്? വായിച്ചവർക്ക് ആർക്കും കേന്ദ്ര ഗവൺമെന്റ് സംസ്ഥാന ഗവൺമെന്റിനെ പ്രശംസിച്ചതായിട്ട് തോന്നിയില്ല. വായിച്ചവർക്കൊക്കെ തോന്നിയത് ഗവൺമെന്റിന് നിശ്ചിതമായി കേന്ദ്ര ഗവൺമെന്റിന്റെ ആരോഗ്യമന്ത്രി വിമർശിച്ചു എന്നുള്ളതാണ്. ഇനിയെങ്കിലും ഈ പൊങ്ങച്ചം പറച്ചിൽ നിർത്തി യാഥാർത്ഥ്യ ബോധത്തോടെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിൽ ജാഗ്രതയോടെ ഗവൺമെന്റ് ഇടപെടുകയാണ് വേണ്ടത്. ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ അതുകൊണ്ട് തന്നെ വലിയ ഭയാശങ്കയിലാണ്. അത് ദൂരീകരിക്കാനുള്ള നടപടികളാണ് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിന്നുണ്ടാകേണ്ടത് എന്ന് ഞാൻ അഭ്യർത്ഥിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഞാൻ വഴിയോര വിശ്രമ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ആരോപണം ഞാൻ ഉന്നയിച്ചിരുന്നു. ഇന്ന് റവന്യൂ മന്ത്രിക്ക് അത് സംബന്ധിച്ചൊരു വിശദമായ കത്ത് ഞാൻ നൽകുന്നുണ്ട്. കാരണം ഭൂമിയുടെ മുഴുവൻ അധികാരി അല്ലെങ്കിൽ ക്രയവിക്രയത്തിനുള്ള അവകാശം സർക്കാരിൽ റവന്യൂ മന്ത്രി ആയതുകൊണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റവന്യൂ മന്ത്രിക്ക് ഞാൻ കത്ത് നൽകുന്നു. എന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഓഡിറ്റ് എന്തിനു വേണ്ടിയാണ്? ഓഡിറ്റ് ക്രമക്കേടുകളുണ്ടോ, അഴിമതിയുണ്ടോ, മറ്റു കാര്യങ്ങൾ പരിശോധിക്കാനാണല്ലോ. എന്തിനാണ് ഓഡിറ്റ് നിർത്തിവെക്കുന്നത്? ഓർഡർ നിങ്ങൾക്ക് തരാം. അതുപോലെ ഞാൻ വിശദീകരിക്കട്ടെ. കേന്ദ്ര ഗവൺമെന്റിന്റെ 14ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശകളുടെ അടിസ്ഥാനത്തിലുള്ള ഗ്രാന്റ് ലഭിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ വരട്ടതാണ്. ആ മാർഗനിർദ്ദേശങ്ങൾ വരുന്നത് വരെ ഓഡിറ്റ് നടത്തണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ഇല്ല. ആ കത്ത് എന്റെ കയ്യിലുണ്ട്, ഞാൻ നിങ്ങളെ കാണിക്കാം. അതിന്റെ മറവിൽ ഇത് മറച്ചു വെക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്ന അതിന് മുമ്പ് ഇത് പുറത്തു വന്നാൽ ലൈഫിലെ അഴിമതി ഉൾപ്പെടെയുള്ളത് പുറത്തു വരും. അല്ല, ഗ്രാന്റ് കൊടുക്കണമെന്നുള്ളതുണ്ട്, ഗ്രാന്റ് കൊടുക്കുന്നുണ്ടല്ലോ. പക്ഷെ ഓഡിറ്റ് നിർത്തിവെക്കണമെന്ന് കേന്ദ്രം ഇതുവരെ പറഞ്ഞിട്ടില്ല. തന്നെയുമല്ല, നമ്മൾ കേന്ദ്രത്തോട് പറഞ്ഞിരുന്നു നമ്മൾ ഓഡിറ്റിംഗ് നടത്തും എന്ന് വ്യക്തമായി സൂചിപ്പിച്ചതാണ്. കാലാകാലങ്ങളായി നടന്നു വരുന്ന ഈ ഓഡിറ്റ് ഇത്രയും പെട്ടെന്ന് നിർത്തിവെക്കുന്ന എന്തിനാണ്? അതാണ് എന്റെ ചോദ്യം. എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടാണ്? ഭരണകക്ഷി പ്രതിപക്ഷ വ്യത്യാസമില്ലാതെ എല്ലാ സ്ഥലങ്ങളിലും ഈ പ്രവർത്തനങ്ങൾ നടന്നിട്ടുള്ളതല്ലേ? ഓഡിറ്റിനോട് ഈ ഗവൺമെന്റ് അലർജിയാണ്. കിഫ്ബിയിലെ ഓഡിറ്റ്, കിഫ്ബിയിൽ നടക്കുന്ന കോടിക്കണക്കിന് രൂപയുടെ അഴിമതി, അതൊക്കെ പിന്നീട് വരാം. അപ്പൊ അതിന് സമയമില്ലാത്തതുകൊണ്ട് അങ്ങോട്ട് പോകുന്നില്ല.
അല്ല, ഇത് 2019, 2020 ഓഡിറ്റിന്റെ കാര്യമാണ് പറയുന്നത്. ചെലവഴിച്ച പദ്ധതികളുടെയാണ്, ഇനിയും വരാൻ പോകുന്നതല്ല. കേന്ദ്രം അതനുസരിച്ച് നമുക്ക് ഓഡിറ്റ് നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ല. ഇത് ഡയറക്ടർക്ക് ഇങ്ങനെ ഒരു കത്ത് കൊടുക്കാനുള്ള യാതൊരു അധികാരവുമില്ല. കാരണം നിയമം നിലവിലുണ്ട്. കേരള അസംബ്ലി പാസാക്കിയ ലോക്കൽ ഫണ്ട് ഓഡിറ്റ് നിയമം, ആ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നടക്കേണ്ട പ്രവർത്തനങ്ങൾ നിർത്തിവെക്കാൻ എങ്ങനെയാണ് അദ്ദേഹം നിർദ്ദേശം കൊടുക്കുന്നത്, ഉത്തരവ് കൊടുക്കുന്നത്? അതെനിക്കറിയില്ല. ഡയറക്ടറുടെ ഉത്തരവാണ്. അതിന്റെ കോപ്പി തരാൻ നിങ്ങൾക്ക് മന്ത്രി അറിയേണ്ടി വരുമല്ലോ. ഇപ്പൊ ഡയറക്ടറുടെ ഉത്തരവാണ് ഞാൻ പറഞ്ഞത്. ഗവൺമെന്റ് വിശദീകരണം വരട്ടെ. ഞങ്ങൾ ഇതിനെ നിയമപരമായി നേരിടും. കാരണം ഗവൺമെന്റിന്റെ മറുപടി ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉത്തരവാദിത്വപൂർവ്വം ഞാനൊരു കാര്യം ഉന്നയിച്ചിരിക്കുകയാണ്. ഈ കാര്യത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി മൊയ്തീൻ ഈ കാര്യം വിശദീകരിക്കട്ടെ. അത് കഴിഞ്ഞ് മറ്റു കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ആലോചിക്കും. വർഷം മുമ്പ് 7-8 വർഷം മുമ്പ് ഞാൻ KPCC പ്രസിഡന്റായിരിക്കുന്ന 7-8 അതിൽ കൂടുതൽ വർഷങ്ങളായി. ആ സമയത്ത് ആരോ പൈസ കൊണ്ട് തന്നു എന്നുള്ള ആരോപണമാണ് അന്ന് ഉന്നയിച്ചത്. അത് അന്ന് തന്നെ ഞാൻ നിഷേധിച്ചതാണ്. അന്ന് 10 വർഷം മുമ്പ് അന്ന് നിഷേധിച്ചൊരു കാര്യം വീണ്ടും പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അന്ന് വിജിലൻസ് ഇതെല്ലാം പരിശോധിച്ചിട്ടുള്ളതാണ്. ബിജു രമേശ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും വിജിലൻസ് പരിശോധിച്ച് കഴമ്പില്ല എന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളഞ്ഞതാണ്. ഈ ഗവൺമെന്റ് വന്നിട്ട് 4 വർഷമായി ബാർക്കോഴയുമായി ബന്ധപ്പെട്ട വിജിലൻസ് റിപ്പോർട്ടിനെ സംബന്ധിച്ച് ഒരാക്ഷേപവും ഇന്നത്തെ ഗവൺമെന്റ് ഉന്നയിച്ചിട്ടില്ല. അന്ന് സമരം നടത്തിയ ആളുകൾ ആ റിപ്പോർട്ടിനെ സംബന്ധിച്ചുള്ള ഒരു പരാമർശം നടത്തുകയോ പുനരന്വേഷണത്തിന് ഉത്തരവിടുകയോ ചെയ്തിട്ടില്ല. അപ്പോൾ ബിജു രമേശ് ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും ആ കാലത്ത് വിജിലൻസ് പരിശോധിച്ചിട്ടാണ് റിപ്പോർട്ട് നൽകിയത്. അതിൽ ഒരു പുതുമയില്ല, പഴയ കാര്യമാണ്. അന്ന് തന്നെ ഞാൻ അത് നിഷേധിച്ചിട്ടുള്ള കാര്യമാണ്. പാർട്ടിക്ക് അങ്ങനെ യാതൊരു വിധത്തിലുമുള്ള ബന്ധമുണ്ടായിട്ടില്ല, അതിൻ്റെ ആവശ്യവുമില്ല. പാർട്ടി വ്യവസ്ഥാപിതമായ നിലയിൽ പൊതുജനങ്ങളിൽ നിന്ന് സംഭാവനകൾ സ്വീകരിക്കാറുണ്ട്. അത് വ്യവസ്ഥാപിതമായ നിലയിൽ രസീത് കൊടുത്ത് പാർട്ടി പ്രവർത്തകർ ആണ് പാർട്ടി നടത്തുന്നത്. അല്ലാണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടായിട്ടില്ല. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്നത്തെ വിജിലൻസ് പരിശോധിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. തീർച്ചയായും അങ്ങനെ ഒരു കാരണം ഉണ്ടെങ്കിൽ എനിക്കറിയില്ല. അന്നത്തെ മാണിസാറിനെതിരായിട്ടുള്ള അഴിമതി ആരോപണത്തെ സംബന്ധിച്ചൊരു വിജിലൻസ് റിപ്പോർട്ട് പറ്റി ഇനി പുനരന്വേഷണം നടത്തുന്നുണ്ടെങ്കിൽ എനിക്കറിയില്ല. നടത്തട്ടെ, എനിക്കെതിരെ മാത്രമേ ഉള്ളൂ. അതാണ് പ്രത്യേകത. UDF-നെ സംബന്ധിച്ചിടത്തോളം വിജിലൻസിനെ നിഷ്പക്ഷവും നീതിപൂർവമായ നിലയിൽ പ്രവർത്തിക്കാൻ അനുവദിച്ചു. ഇന്ന് പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ഞാൻ എത്രയോ കത്തുകളാണ് വിജിലൻസ് ഡയറക്ടർക്ക് കൊടുത്തത്. ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്വേഷണം. അന്നത്തെ വിജിലൻസിന്റെ ചാർജുള്ള മന്ത്രി എന്നുള്ള നിലയിൽ അന്നത്തെ പ്രതിപക്ഷ നേതാവ് VS അച്യുതാനന്ദൻ ഒരു കത്ത് നൽകിയപ്പോൾ അതിൽ അന്വേഷണം നടത്തി. അതാണ് അന്നത്തെ ഗവൺമെന്റും ഇന്നത്തെ ഗവൺമെന്റും തമ്മിലുള്ള വ്യത്യാസം. ഇന്നത്തെ ഗവൺമെന്റിന് മുമ്പിൽ, ഇന്നത്തെ വിജിലൻസിന്റെ മുമ്പിൽ ഞാൻ കൊടുത്ത കത്തുകൾക്ക് ഏതെങ്കിലും ഒരു അന്വേഷണം നടത്തിയോ? കോടതി അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞിട്ട് ഹൈക്കോടതിയിൽ പോയി സ്റ്റേ വാങ്ങിച്ചിരിക്കുകയാണ് പമ്പ മണൽക്കടത്തുമായി ബന്ധപ്പെട്ടത്. ആ ഗവൺമെന്റ് അന്വേഷിച്ചു, ബാർക്കോഴ കേസ് അന്വേഷിച്ചു, അനുമായി ബന്ധപ്പെട്ട അനുബന്ധമായ എല്ലാ കാര്യങ്ങളും അന്വേഷിച്ചിട്ട് മാണി സാർ കുറ്റവിമുക്തനാണ് എന്ന് കണ്ടെത്തിയ റിപ്പോർട്ട് ഗവൺമെന്റ് കയ്യിലുണ്ട്.
ആ റിപ്പോർട്ട് ഈ ഗവൺമെന്റ് തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അന്ന് സമരം ചെയ്ത മാണി സാറിനെതിരെ നിയമസഭയിൽ വലിയ ബഹളം ഉണ്ടാക്കി നിയമസഭ ബഡ്ജറ്റ് അവതരിപ്പിക്കാതിരിക്കാനുള്ള നടപടികൾ സ്വീകരിച്ച ആളുകൾ എന്തുകൊണ്ട് 4.5 വർഷമായി ഇതൊന്നും ആലോചിച്ചിട്ടില്ല? അന്ന് ബിജു രമേശ് പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അന്ന് അന്വേഷിച്ചിരുന്നു. ആ റിപ്പോർട്ട് മുഴുവൻ ആ റിപ്പോർട്ടിലൂടെ ഉന്നയിച്ച ആരോപണങ്ങളെല്ലാം തള്ളിക്കളഞ്ഞിരുന്നു. അതും അന്വേഷിക്കാമല്ലോ. സ്വാഭാവികമായിട്ട് അദ്ദേഹം കൊടുത്ത രഹസ്യമൊഴി എന്നല്ലേ പറഞ്ഞേ, ആ രഹസ്യമൊഴി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിച്ച് കാണുമല്ലോ. എന്റെ പേരെന്തിനാ വരുന്നത്? ഞാൻ കാര്യം ചോദിക്കട്ടെ, അന്ന് അന്വേഷണം നടത്തിയ എന്തെല്ലാം അന്വേഷിച്ചു എന്നുള്ള കാര്യങ്ങൾ മന്ത്രി അറിയേണ്ട കാര്യമില്ല. മന്ത്രി എന്നെ സംബന്ധിച്ച് ഞാൻ അറിയേണ്ട യാതൊരു കാര്യവുമില്ല. ആ റിപ്പോർട്ട് എടുത്ത് നിങ്ങൾ പരിശോധിക്കുക എന്തെല്ലാം ഉണ്ടോന്ന് ഗവൺമെന്റ് പരിശോധിക്കാമല്ലോ. ഞാൻ പരിശോധിച്ചിട്ടില്ല. പുറത്തു വന്ന വാർത്തകൾ, പുറത്തു വന്ന സംഭവം കുറ്റക്കാരനല്ല എന്നാണ്. മാണി സാർ കുറ്റക്കാരനാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഗവൺമെന്റ് അത് ചെയ്തില്ല? അതുമായി ബന്ധപ്പെട്ട നിങ്ങൾ പറഞ്ഞതുപോലെ ബിജു രമേശ് കോടതിയിൽ കൊടുത്ത രഹസ്യമൊഴി ഉൾപ്പെടെയുള്ളതാണല്ലോ അന്വേഷണ സംഘത്തിന് കിട്ടിയത്. അങ്ങനെയാണെങ്കിൽ അതെല്ലാം അന്വേഷിച്ച് കാണുമല്ലോ. ഇപ്പൊ 10 വർഷം കഴിഞ്ഞിട്ട് പുതിയതായി എന്തോ ഒരു ആരോപണം ഉന്നയിക്കുന്ന മട്ടിൽ വരുന്നു. അന്ന് ഇത് നിഷേധിക്കപ്പെട്ടതാണ്. അന്ന് ബിജു രമേശ് പറഞ്ഞ എല്ലാ ആരോപണങ്ങളും പരിശോധിച്ച് തള്ളിക്കളഞ്ഞിട്ടുള്ളതാണ്. അതാണ് അതിനെപ്പറ്റി എനിക്ക് അത്രയും പറയാം. അതൊന്നും എനിക്കറിയാം. എനിക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. ഇല്ല, അതൊക്കെ നേരത്തെ തെളിഞ്ഞ കാര്യമാണ്. കാരണം അതിനെ സംബന്ധിച്ച് ബാർക്കോഴയുമായി ബന്ധപ്പെട്ട കോടതി അതെല്ലാ കാര്യങ്ങളും കോടതി രഹസ്യമൊഴി കൊടുത്തത് ഉൾപ്പെടെ രഹസ്യമൊഴിയെ പറ്റി കൊടുത്തത് ഉൾപ്പെടെ വിജിലൻസിന് കിട്ടിയതാണ്. അവർ പരിശോധിച്ചിട്ട് വിജിലൻസിന് യുക്തമായ തീരുമാനം അന്നെടുത്തിട്ടുള്ളതാണ്. 4.5 വർഷമായിട്ടും ഈ ഗവൺമെന്റ് വന്നപ്പോഴും ഈ ഗവൺമെന്റ് ആ മൊഴി തെറ്റാണെന്ന് പറഞ്ഞിട്ടില്ല. അന്ന് വിജിലൻസ് എടുത്ത നടപടിയെ എതിർത്തിട്ടില്ല. പിന്നെ ഇപ്പോ പഴയ കാര്യം പറയുന്നതിനകത്ത് യാതൊരു അർത്ഥവുമില്ല. അത് 2 കാര്യമുള്ളത്. ഒന്ന്, MMSN UDF കൺവീനറായി ചാർജ് എടുത്ത ശേഷം കേരളത്തിലെ എല്ലാ മത സാമുദായിക രാഷ്ട്രീയ സംഘടനകളുടെ നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അതല്ലാതെ എല്ലാവരുമായുണ്ട്. അതല്ലാതെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ സഖ്യം ചർച്ച ചെയ്തിട്ടില്ല. UDFനെ സംബന്ധിച്ചിടത്തോളം UDFിലുള്ള കക്ഷികൾക്കുകൂടെ മാത്രമേ രാഷ്ട്രീയമായ ധാരണ തെരഞ്ഞെടുപ്പിനുണ്ടാകും. മറ്റ് കക്ഷികളുമായിട്ട് ധാരണ ഉണ്ടാക്കാൻ തീരുമാനിച്ചിട്ടില്ല. എന്നാൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പാകുമ്പോൾ വ്യക്തികളുമായും സോഷ്യൽ ഗ്രൂപ്പ്സുമായും മറ്റ് സംഘടനകളുമായിട്ടും സാമൂഹ്യ സംഘടനകളുമായിട്ടൊക്കെ ബന്ധം വേണമോ വേണ്ടയോ എന്നുള്ള കാര്യം ഇതുവരെ UDF തീരുമാനിച്ചിട്ടില്ല. UDF യോഗം കൂടി അതൊക്കെ ഏത് നിലയിൽ വേണമെന്ന് തീരുമാനിക്കും. അല്ലാണ്ട് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയമായ ഐക്യം വെൽഫെയർ പാർട്ടിയുമായിട്ടുണ്ടായിട്ടില്ല. അത് ഞാൻ 2-3 തവണ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുള്ളത്. അല്ല, അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി പ്രത്യേകിച്ച് CPM മുക്കം മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ കേരളത്തിലെ പല സ്ഥലത്തും പ്രാദേശികമായി ഇപ്പോഴും കൂട്ടുകെട്ടി ഭരിക്കുന്നുണ്ട്. നിരവധി സ്ഥലങ്ങളിൽ CPM ആണ് അവരുമായി കൂട്ടുകെട്ടി ഭരിച്ചത്. ഞങ്ങൾ ഇത്തരത്തിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉള്ള സോഷ്യൽ ഗ്രൂപ്പ്സുമായും വ്യക്തികളുമായിട്ടും ഒക്കെയുള്ള യോജിപ്പിനെ സംബന്ധിച്ച് ഇതുവരെ ചർച്ച ചെയ്ത് ഒരു തീരുമാനം എടുത്തിട്ടില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അനൗൺസ് ചെയ്ത് കഴിഞ്ഞാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പായതുകൊണ്ട് പ്രാദേശിക നീക്കുപോക്കുകൾ ആരോടൊക്കെ വേണമെന്നുള്ള കാര്യം അന്ന് ചർച്ച ചെയ്ത് തീരുമാനിക്കും. ഇല്ല, അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഞാൻ UDFന്റെ കാര്യമാണ് പറയുന്നത്.
അത് അവർ വ്യക്തമാക്കിയിട്ടുണ്ട്. അത് മുസ്ലിം ലീഗിന്റെ നേതൃത്വം നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ മുരളീധരൻ പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ ആർഎംപിയുമായും ജനതാദൾ പാർട്ടിയുമായും സഖ്യമുണ്ടാക്കാൻ യുഡിഎഫ് സംസ്ഥാന കമ്മിറ്റിയുടെ അനുമതി ഉണ്ട് എന്നാണ്. ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അതിനെപ്പറ്റി പറയാനുള്ളതെല്ലാം പറഞ്ഞു കഴിഞ്ഞു. ആർഎംപി ഒരു കക്ഷിയാണ്. ആരൊക്കെ ആയിട്ട് പ്രാദേശിക അടിസ്ഥാനത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള നീക്കുപോക്കുകൾ വേണമോ എന്ന് UDF യോഗം കൂടി തീരുമാനിക്കും. ഇതുവരെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അദ്ദേഹം ആരെയൊക്കെ കാണണമെന്നുള്ള കാര്യം അദ്ദേഹം തീരുമാനിച്ച പോലെ അദ്ദേഹം എല്ലാ മത സാമുദായിക സംഘടനകളെയും അദ്ദേഹത്തിന് താല്പര്യമുള്ള വ്യക്തികളെയും കാണുന്നത് തെറ്റൊന്നുമില്ല. അങ്ങനെ കണ്ടാൽ മതിയായിരുന്നു. അന്വേഷണം നടക്കട്ടെ. അതിനേക്കാൾ പ്രധാനമായിട്ട് അന്വേഷിക്കേണ്ട ഒരു കാര്യം KM ഷാജിയുടെ നേരെ ഉണ്ടായിട്ടുള്ള വധശ്രമമാണ്. വധത്തിനുള്ള ശ്രമമല്ല, ഗൂഢാലോചനയാണ്. KM ഷാജി ഒരു ശക്തമായ നിലപാടുകൾ എടുക്കുന്ന ഒരു MLA ആണ്. അദ്ദേഹത്തെ വധിക്കാനുള്ള ഗൂഢാലോചനയുടെ വിശദാംശങ്ങൾ ഇന്നലെ രാവിലെ അദ്ദേഹം എന്നെയും മുനീറും CMK മുനീറും അദ്ദേഹം കൂടെ വന്നെന്നെ കേൾപ്പിച്ചു. ഹിന്ദിയിലാണ് ആ ടേപ്പ് മുഴുവൻ. അത് മുഴുവൻ ഞാൻ കേട്ട ശേഷമാണ് DGPയെ വിളിച്ച് അതിനെപ്പറ്റി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഗവൺമെൻറ് ആ കാര്യത്തിൽ ഗൗരവം കാണിക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ പരാതി. ഒരു ഹെഡ് മൂത്തൊരു SI ആണ് ഇപ്പോൾ അതിനുവേണ്ടി അന്വേഷിക്കാൻ വേണ്ടി വെച്ചിരിക്കുന്നത്. ഗവൺമെൻറ് കുറെ കൂടി ഗൗരവം ആ കാര്യത്തിൽ കാണിക്കണം. അന്തർ സംസ്ഥാന ബന്ധമുള്ള അധോലോക ആളുകളാണ് ഇതിൻ്റെ പിന്നിലെന്നാണ് അത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അതുകൊണ്ടാണ് ഞാൻ DGPയെ വിളിച്ച് 2 തവണ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഞാൻ പറയുന്നത് ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് അന്വേഷണം നടത്തണം. പക്ഷേ ദൗർഭാഗ്യവശാൽ DGPയോ ഗവൺമെൻറ്റോ ഇവിടെ ഈ വധശ്രമം ഉണ്ട് എന്നുള്ള ഗൂഢാലോചന ഉണ്ട് എന്നുള്ള കാര്യത്തെപ്പറ്റി കാര്യമായ അന്വേഷണം ഗൗരവത്തോടു കൂടി എടുക്കുന്നില്ല എന്നൊരു പരാതി നിലനിൽക്കും.